എടാ എങ്ങോട്ടാണ് നമ്മള് പോകുന്നത്? എന്റെ കഥയിൽ പോലെ കുണുങ്ങി കുണുങ്ങി ഹലോ ഗൈസ്, വീണ്ടും ദുബായിൽ മഴ വന്നിരിക്കുന്നു. അതെ, വീണ്ടും മഴ. 4 വർഷത്തിന് ശേഷം ഒരു കിടുക്കാച്ചി മഴ വന്നിരിക്കുന്നത്. അതെ, 4 വർഷം മുന്നേ എന്റെ ഈ നെഞ്ചറ്റം വരെ വെള്ളമായിരുന്നു കേട്ടോ. അതെ ഗൈസ്. അത് ഞങ്ങൾ എത്ര 2 കിലോമീറ്റർ വെള്ളം നീന്തി ഞാനും നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് തിരിച്ച് റൂമിൽ പോയി. അതൊരിക്കലും മറക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പൊ അതുപോലൊരു മഴ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോട്ടായിട്ട് ഇവര് ഡ്രൈനേജും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം വെള്ളക്കെട്ട് തീരെ കുറവാണ്. എങ്കിലും വെള്ളക്കെട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്താ ഫുൾ സ്വാതന്ത്ര്യം ഉള്ളത് എന്നും പറയാം. പക്ഷെ ഇവിടെ കുറച്ച് ലിമിറ്റുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പല പല രംഗങ്ങളും എനിക്ക് നമ്മൾ ഇതോടെ കാണിക്കാൻ പറ്റത്തില്ല. അല്ല, ലിമിറ്റുകൾ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ സംഭവിച്ചാല് ഇന്ന് എല്ലാവർക്കും അവധി കിട്ടി കേട്ടോ. ഇന്നലൊക്കെ ഈടിയോ കിണ്ണങ്കാച്ചി മഴ എന്ന് പറയാൻ കിണ്ണങ്കാച്ചി. പക്ഷെ ഇപ്പോഴും നല്ല അടിപൊളി മഴയായിരുന്നു. ഞങ്ങളൊരു ചായയും കുടിച്ച് വന്നപ്പോഴേക്കും മഴ തീർന്നു. ഇനിയിപ്പം മഴ ഉണ്ടോ? വറുത്ത് കിടപ്പുണ്ട്. നടക്കാറൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ നടന്ന് പോവുക. വല്ല അടിപൊളി രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതെ, ഞങ്ങൾ ദുബായ്ക്കാർക്ക് മഴ ഒരു ആഘോഷമാണ്. നാട്ടിലുള്ളവർക്ക് നാട്ടിലൊക്കെ കല്ലിയല്ലേ, ഞങ്ങൾക്ക് ദുബായ്ക്കാർക്ക് കാരണം 2 വർഷം 3 വർഷം കൂടി കയറി മഴ കിട്ടുന്നത്. അത് ഞങ്ങളങ്ങ് അടിച്ച് പൊളിക്കും. പക്ഷെ വേറെ പറഞ്ഞത് എനിക്ക് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ലിമിറ്റ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വന്തം രാജ്യമല്ലെന്ന്. അതുകൊണ്ട് എനിക്ക് എല്ലാവരും ലിമിറ്റുകളുണ്ട്. ഓക്കെ, ഞങ്ങൾ അടുത്ത വെള്ളക്കെട്ടിലേക്ക് പോവാണ്. അതെ, നാട്ടിലുള്ളവർക്ക് മഴ ഒരു ആഘോഷമല്ല. പക്ഷെ ഞങ്ങൾ ദുബായ്ക്കാർക്ക് വളരെ അടിച്ചു പൊളിയൊരു ആഘോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ രാജ്യക്കാരും ഒത്തുചേർന്ന് അടിച്ചു പൊളിക്കൊരു ദിവസമാണ് ഞങ്ങളുടെ ഈ മഴയെന്ന്. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. പിന്നെ ഇപ്പോഴങ്ങ് മഴ പെയ്ത് നല്ല അടിപൊളി തണുത്തിരിക്കണം. അപ്പോൾ ഒരു സങ്കടമായ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. ഒരു പൂച്ചക്കുഞ്ഞ് കാണിച്ചു, പാവം തണുത്തിരിക്കും കേട്ടോ. പാവം ഇവരെ ചായ വല്ലതും മേടിച്ചു കൊടുക്കാറ്. സംഭവം കണ്ടൊരു സങ്കടം വരുന്നുണ്ട്. പാല് മേടിച്ചു കൊടുത്താൽ കുടിക്കത്തില്ല, തണുപ്പല്ലേ. അതെ, ഇവിടെ എല്ലാം ഫ്രീസർ വെച്ച സാധനങ്ങളാണ്. അതാ കുഴപ്പം. അവനിപ്പം ചൂട് വെള്ളം എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആകും, കുഴപ്പമില്ല, അത് റിക്കവറി ആകും. പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഭക്ഷണമൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. മച്ചന്മാരെ ഇപ്പം മഴയൊക്കെ തീരെ കുറഞ്ഞു. നമ്മൾ പ്രതീക്ഷ രീതിയിലുള്ള മഴ പെയ്തില്ല. രാത്രി ഇടിച്ചു കൂട്ട് മഴയല്ലേ. നല്ല മഴയായിരുന്നു. രാത്രി നല്ല കിണ്ണങ്കാച്ചി മഴയായിരുന്നു. പക്ഷെ അവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് പറ്റത്തില്ല, വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ല. പിന്നെ മഴ കുറഞ്ഞു വരുന്നുണ്ട്. മഴ കുറഞ്ഞ്, പക്ഷെ നാളെ ഉണ്ടെന്ന് പറയുന്നു, അറിയില്ല. പിന്നെ നമ്മുടെ ഷാർജയൊക്കെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് മാറവിടെ കുറേ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറച്ചൊക്കെ വണ്ടി വെള്ളം കയറി കിടക്കുക. പക്ഷെ വേറെ കാര്യം, ഇപ്പം ഇവർ ഗവൺമെൻറ് മഴയ്ക്ക് മുന്നോടിയായിട്ട് എല്ലാ സംവിധാനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതായത് ഇത്ര ഒരു 4 വർഷം മുന്നുള്ള വെള്ളക്കെട്ടില്ലല്ലോ ഇപ്പം. പിന്നെ അതുപോലെ മഴയും പെയ്തിട്ടില്ല, അത് വേറെ കാര്യം. നോക്കൂ, അടുത്ത പൂച്ചക്കുട്ടി പാവം. ഇത് വേറൊരു പൂച്ചക്കുട്ടി കേട്ടോ. ഇത് തണുപ്പായത് കൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പല്ലേ, മഴ പെയ്തപ്പോൾ നല്ല തണുപ്പാണ്. ഓക്കേടാ, പിന്നെ കാണാം. നീ പോയി ചൂടുവെള്ളം എടുത്ത് കുടിക്കും. അല്ല, ചൂടുവെള്ളം കിട്ടുവാടാ, നിന്റെ വീട്ടുകാരൻ തരുന്നിരിക്കും. അല്ലേ, പൂച്ച ചൂടുവെള്ളം ഇട്ട് എങ്ങനെ കുടിക്കുന്ന പറഞ്ഞത്? എടാ ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചേ. പൂച്ച ചൂടുവെള്ളം വെച്ചാൽ അവന്റെ പൂച്ച കാണൂല, അവന്റെ മുതലാളി ഉണ്ടാവൂല്ലോ. അവൻ ചൂടുവെള്ളം ഇട്ട് കൊടുക്കുമായിരിക്കും. മുതലാളി ഉണ്ടോല്ലെന്ന് എനിക്കറിയില്ല. അപ്പം ഫ്രണ്ട്സ്, വേറൊരു കാര്യമുണ്ട്. അന്ന് നമ്മൾ 1 മാസം മുന്നേ ഞാനൊരു ബോട്ട് സർവീസ് ഉണ്ട്, വേഗ ബോട്ട് സർവീസ് കൊണ്ടുള്ള. അതിലേക്ക് ഒത്തിരി ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതെല്ലാവർക്കും എൻ്റെ ചാനലിലെ വകയെ നന്ദി രേഖപ്പെടുത്തുന്നു. യെസ്, അത് ഏകദേശം തർക്കടില്ലാത്ത വ്യൂസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നന്ദി, എല്ലാവർക്കും നന്ദി. പിന്നെ അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ മഴ കാത്ത് വന്നിട്ട് വേഴാമ്പലെ പോലെ മഴ കാത്ത് ഞങ്ങൾ തിരിച്ചു പോവുക. ഞങ്ങൾ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല ഇടിവെട്ടി കിണ്ണങ്കാശി മഴയായിരുന്നു. ഞങ്ങൾ ക്യാമറ നോക്കി വന്നപ്പോഴേക്കും മഴയില്ല, ഒന്നും അല്ല, മഴ ഉണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ തീർന്നു. അങ്ങനെ ഞങ്ങളിപ്പം നീന്തിക്കൊണ്ടേയിരിക്കണം.
അപ്പം നമ്മുടെ പ്രശസ്ത ഗായകൻ അച്ചോ പി കെ പറമ്പിൽ നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടി അയ്യോ ബാറ്ററില്ലോ പെട്ടെന്ന് പഠിക്കണേ സബ്സ്ക്രൈബർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കണം കമാൺ എന്റെ കഥയിൽ അറിയുന്ന പോലെ കുണുങ്ങി കുണുങ്ങി നമ്മളെ സത്യം പറഞ്ഞ ഈ ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ റൂമിൽ ഇരിക്കാതെ നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ എൻജോയ്മെന്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം പക്ഷേ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പുറത്ത് വണ്ടിയില്ല ഇപ്പം വെള്ളമായിട്ടുണ്ടായിരിക്കും വെള്ളം വണ്ടിയില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിപ്പം ഞങ്ങൾ കിട്ടുന്ന മാക്സിമം ഞങ്ങളൊക്കെ എൻജോയ് ചെയ്യുക അല്ല. പൂക്കാലം കണ്ടേ ഞാൻ പാട്ട് അടുത്ത മഴ വരുന്നുണ്ട്. അളിയാ മഴ വരുന്നുണ്ട് അളിയാ വെടിക്കട്ടെ മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദുബായിൽ. ആ ഗൈസ് ഒരു സംഭവം അളിയാ കുഴിയുണ്ട് സംഭവം വെച്ചാലേ ഞാനൊരു 35,000 കൊടുത്തൊരു എൻ്റെ പൊന്നളിയാ തീയത്തുന്നല്ലടാ. എടാ അത് എഞ്ചിന് വെള്ളമല്ലേ എഞ്ചിന് ചൂട് കയറാൻ നേരത്തെ സംഭവിച്ച പുക വരുന്നുണ്ട് അടേ വീടല്ലേ. അപ്പോൾ സംഭവം വെച്ചാൽ എൻ്റെ മൈക്ക് 35,000 രൂപ മൈക്കാറോ അങ്ങ് എൻ്റെ പോക്കറ്റ് താഴെ പോയി. എൻ്റെ ഞാൻ പേടിച്ചു കേട്ടോ. എന്തോ ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയത്. അടയാ വണ്ടി ഇരുന്നു ഇല്ല ഇല്ല അതല്ല വെള്ളം കയറി പൊളിച്ചു. അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം വർഷത്തിലൊക്കെ ഒരിക്കലും മഴ വരുന്നില്ലേ? അപ്പം നമ്മളാരും ടൂറിസ്റ്റുകൾ ആരായാലും ഇതൊക്കെ എൻജോയ്മെന്റ് ചെയ്യുന്ന കാര്യമാണ്. അതെ ദുബായിൽ മഴ. അല്ല നാട്ടിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. നാട്ടിൽ ഈ മഴയൊക്കെ കാണുന്നില്ല. അവർക്ക് ഇതൊക്കെ എന്തോന്ന് കാരണം വെച്ചാൽ ഇവിടെ പല രാജ്യം ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇതേപോലെ മഴ. അതെ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എൻജോയ്മെന്റ് ചെയ്യണം മനസ്സിലായോ? ഇവിടെ ദുബായി നമുക്ക് ഇങ്ങനെ വന്നിറങ്ങിയിട്ട് ഒരു വീട് കിട്ടുന്ന സന്തോഷമാണ്. ഇതൊക്കെ എൻജോയ് ചെയ്യുക. പിന്നെ വേറെ അപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യട്ടെ. എനിക്ക് ഇതിനകത്ത് ബാറ്ററി ലോ കാണിച്ചോണ്ടിരിക്കാം. ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പം അടുത്ത വെടിക്കെട്ട് കിണ്ണാങ്കാച്ച് മഴ വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് കൂട്ടി കയറാം. ഞങ്ങൾ കൂട്ടി കയറുവാണ്. വേറെ കാര്യം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. കാരണം ഓൾറെഡി ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. ഡിസംബർ മാസം തണുപ്പാണ്. അപ്പം മഴയും കൂടെ പെയ്തപ്പോഴേക്ക് സൂപ്പർ തണുപ്പാണ്. നല്ല ക്ലൈമറ്റാ. ഈ ക്ലൈമറ്റ് ഉണ്ടായ പൊളിയാണ്. അതെ സൂപ്പറാണ്. അതായത് നല്ല തണുപ്പും ഉണ്ട്. ഓക്കെയാണ്. ഈ ക്ലൈമറ്റ് എന്നും ഉണ്ടായി കൊള്ളായിരുന്നല്ലേ? പൊളി. പിന്നെ ദുബായിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറത്തില്ലേ? നല്ല നല്ല ക്ലൈമറ്റ്. ഈ ഒരു ക്ലൈമറ്റ്. പിന്നെ നമ്മൾ വേറൊരു ഗുണമുണ്ട്. നാട്ടിലെ വൈബാണ്. അല്ല വേറെ ഗുണമുണ്ടോ ഗേർമത്തെ ദുബായ് കയറാൻ നല്ല ആക്റ്റീവ്. കാരണം വെച്ചാൽ ഈ നേരത്തെ നല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഇവർ മാറ്റി ഡ്രൈനേജ് സിസ്റ്റം എല്ലാം കൊണ്ടുവന്ന് ഭയങ്കര ഡെവലപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ദുബായ് ഗവൺമെൻറ്. അതൊക്കെ ഓക്കെ. പിന്നെ ഈ ചെറിയ ചെറിയ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് പൊളിയാണ്. അതൊക്കെ സെറ്റാക്കി തരും. വിളിക്കും. ഓ സൈക്കിൾ കൊണ്ട് നിന്ന് ഓ മോൻ അവ കാണാം കാഴ്ചകള്. പൊളിച്ച് 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 എല്ലാം നനഞ്ഞളിയാ. അയ്യോ നനയേ പൊളിച്ച് പൊളിച്ച് പൊളിച്ചായി. അങ്ങനെ ബസ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് നോക്കിയോണേ. ഇല്ല വാളയാ വാളയാ
കടറ് അയ്യോ അയ്യോ ഇത് ഇവിടെ ഒഴുക്കാ. ഇവിടെ നല്ല ഒഴുക്കളിയാ. ഒഴുക്കുണ്ട് ഈ ഒഴുക്ക് വരുന്നേ. അറിയില്ല. അളി അടുത്ത വണ്ടി പിടിച്ചോ. ചേട്ടാ തിരക്കല്ലേ. ഇല്ലില്ല അവൻ ഡീസൻ്റാ, അവൻ നല്ലവനാണ്. അടുത്ത മഴ വരുന്നുണ്ട്. മഴ വന്നാൽ അല്ലേ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ജയം. ഓക്കെ അല്ല അതെ ആ വേഗം ബോട്ട് സർവീസ് പോലെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ഇത് അടുത്ത മഴ എടാ എങ്ങോട്ടാണ് നമ്മള് പോകുന്നത്? മൊത്തം കുളിച്ച് കൊള്ളാം. ഇതിപ്പോ നമ്മള് പക്ഷെ ആ സിറ്റിയിലൊന്നും കുഴപ്പമില്ല. സിറ്റിയിലും കൊണ്ട് വെള്ളമുണ്ട്. അവിടെ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. നോക്കടാ അടുത്ത തവണ ഇവിടെ വെള്ളമൊക്കെ വെച്ച് പൊളിയാക്കി തരും. ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി തരും വണ്ടി. പക്ഷേ എൻ്റെ അപ്പുറത്ത് ഇങ്ങനെയുള്ള നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നോക്ക്. സോറി. ഇതെന്നെ കാണിച്ചോ? അറിയാ അവിടെ ഉണ്ടോ? പിന്നെ ഒരു ആശാന ചരിത്രത്തിൽ ആദ്യ സംഭവമായിട്ട് നമ്മുടെ ദുബായിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ആ 3 പേരില്ല നമ്മുടെ വണ്ടി വെച്ച് നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. അവന്മാർ അത് 2 പേര് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. അത് നമ്മൾ ഹാപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോസ് അവന്മാർ അളിയാ ഇപ്പം വേണ്ടായിരുന്നു. ഇവിടെ കുഴിയാടെ ഇവിടെ വെയിറ്റ് आराम से जाओ ना. ഇതെന്തോ NH47 കോമൺ സെൻസ്. എടാ ഇവിടെ അങ്ങനെ കുഴിയുണ്ട് കേട്ടോ. അളിയാ ഇനി എങ്ങനെ റൂം തിരിച്ച് ഇപ്പൊ ഒരു വണ്ടിക്കാരൻ പോയി. അത് റോങ്ങാ കാണിച്ചേട്ടാ. അവന് വെള്ളത്തിൽ കൂടെ പറപ്പിച്ചാ പോയി. അതൊക്കെ റോങ് കാണിക്കും. അതൊക്കെ തെറ്റാ കാണിക്കും മച്ചാന്മാരെ. അപ്പോൾ ഇവിടുത്തെ അടിപൊളി കാഴ്ച. ഇനിയും കാഴ്ചയൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. ഒരു ബൈക്കരം മിക്കറും 5 എടുത്തുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അടിപൊളി കാഴ്ച. ഇനി അടുത്ത കിണ്ണം കാച്ചില്ല വെടിക്കെട്ട് മഴ വരുന്നുണ്ട്. അപ്പം കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ കുഞ്ഞു വണ്ടിയുണ്ട് ബൈക്ക് ഒന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന കുഞ്ഞു നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോകൾ അപ്പുറത്തെ നോട്ടിഫിക്കേഷൻ കിട്ടും. എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? മറ്റൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ബ്രേക്ക്. ശരി മച്ചാ. ഓക്കെ ബൈ.